ഭൂതപ്പാട്ട്, നാടോടിക്കഥകളും പഴംപാട്ടും മുത്തശ്ശിമാർ കുട്ടികളുടെ കുഞ്ഞിക്കാതുകളിൽ പകർന്നുകൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെ മനസ്സു നിറയെ ഭാവനകളും താളങ്ങളും ഓളം തുള്ളി നിറയും. ഇന്ന് കഥ പറയുന്ന മുത്തശ്ശിയെവിടെ? കഥ കേൾക്കാൻ കുട്ടികളെവിടെ? പഴമനസ്സുകളിൽ നിന്ന് ആർജിച്ച കരുത്തും നന്മകളും കലയുടെ പുതുചലനങ്ങളും ഇഴചേർത്തത് മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം. വിളക്ക് വെച്ചു, സന്ധ്യാനാമവും കഴിഞ്ഞു. ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണഘോഷ്ടവും ഉരുവിട്ടു. ഇനിയും ഉണ്ണാറായിട്ടില്ലല്ലോ, ഉറങ്ങേണ്ട. ഭൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടോളൂ, കണ്ടോളൂ. ഭൂതപ്പാട്ട്. എവിടെ നിന്നാണ് ഈ ഭൂതം വരുന്നതെന്ന് അറിയാമോ? എവിടെന്നാ? പേടിക്കണ്ട പേടിക്കണ്ട, നമ്മുടെ കയ്യിലിരിക്കണ മുറുക്കാൻ അങ്ങോട്ട് എടുത്ത് കൊടുത്താ മതി, അതൊഴിഞ്ഞു പോയിക്കോളും പാവം. അകലേക്ക് വഴിതെറ്റിച്ച് ഭൂതം അവരോട് താമ്പൂലം വാങ്ങും.
ഭൂതം മുറുക്കി തുപ്പിയിട്ട ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചുവക്കണത്. ഓ അത് ശരി. എന്നിട്ട് നിശൂന്യത നടമാടും ആതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. നിശൂന്യത നടമാടും ആതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. വീട്ടിലേക്കാണാവോ സംബന്ധം? അങ്ങ് ദൂരെ ഒരു വിളക്ക് കണ്ടില്ലേ? അവിടേക്ക് എങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ ദിവസം പോയ വീടല്ലേ? ഏത് വീട്ടിലേക്കാ പോയെന്ന് നാം മോല എഴുതി വെച്ചിട്ടൊന്നുമില്ല. അടിയൻ ഏഭ്യന്മാർ ഇന്ന് പുളിക്കടവിൽ കണ്ട ആ സുന്ദരി ഇല്ലേ, ആ 14കാരി, അവളുടെ തൈലത്തിന്റെ ആ സുഗന്ധം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. അങ്ങോട്ട് തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. എന്താ കൊശവാ? അടിയൻ ഇതെല്ലാം ഭൂതം പണ്ട് ചെയ്തതാ. അതിപ്പോൾ ആരെയും കൊല്ലില്ല. ഇപ്പോ ഭൂതത്തിന് എപ്പോഴും വ്യസനാ. എന്താണോ കേട്ടോളൂ.
കടന്നുപോയി. ഉണ്ണിക്ക് 7 വയസ്സ് കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ കൗതുകമായി. ഉള്ളിലക്കര മുണ്ടുമുടുത്ത് കുടുമയൊക്കെ കെട്ടി എഴുത്താണിയും ഓലയുമൊക്കെയായി ഉണ്ണി പള്ളിക്കൂടത്തിൽ പോകാനൊരുങ്ങി.
ഇരുമ്പല്ലേ? ഇരുമ്പിന്റെ എഴുത്താണി കളഞ്ഞാലേ ഭൂതത്തിന് ഉണ്ണിയെ തൊടാൻ പോലും കഴിയും. മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നീല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി ആറ്റിൻ കരകളിലങ്ങിങ്ങോളം അവരെ വിളിച്ചു നടന്നാളമ്മ നീറ്റിൽ കളിക്കും പരൽ മീനല്ല നീളവേ നിശ്ചലം നിന്നുപോയി ആളില്ല പാടത്തിലങ്ങുമിങ്ങും അവരെ വിളിച്ചു നടന്നാളമ്മ ആളില്ല പാടത്തിലങ്ങുമിങ്ങും അവരെ വിളിച്ചു നടന്നാളമ്മ കൂട്ടി മറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവീർപ്പുയർന്നു പോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നൂഴും നത്തുകളെന്തെന്തെന്നന്വേഷിച്ചു കാട്ടിലും മെട്ടിലും പുക്കാളമ്മ കാണാനു കേണു നടന്നാളമ്മ പൂമരച്ചോട്ടിലിരുന്നു ഭൂതം വിട്ടുതരൂ. ഇല്ല, ഈ പൊന്നും കുടത്തിനെ എനിക്ക് വേണം. ഇതൊഴികെ നിനക്കെന്തും ചോദിക്കാം. എനിക്ക് മറ്റൊന്നും വേണ്ട, എന്റെ കുഞ്ഞിനെ മാത്രം മതി. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികെന്റെ ഭൂതമേ നീ, അതിനെ തരികെന്റെ ഭൂതമേ നീ. ഭൂതത്തിന്റെ തഞ്ചൻ കാണണേ, അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ? തെച്ചിക്കോല് മരിച്ചു ഭൂതം, ചെറുടു വന്ന് തിരിച്ചു ഭൂതം, മറ്റോരുണ്ണിയെ രമിച്ചു ഭൂതം, കൺമുഴക്കെന്തോ നീ ഭൂതം. ഇതാ നിന്റെ പുന്നാര ഉണ്ണി. നീ
പെറ്റ വയറിനെ വഞ്ചിക്കുന്ന പൊട്ടം പൂതമേ, മാതൃത്വത്തിന്റെ വില നീ അറിഞ്ഞിട്ടുണ്ടോ? മുലപ്പാലിന്റെ ഗന്ധം നിനക്ക് അറിയുമോ? മാതൃത്വത്തെ വഞ്ചിക്കുന്ന അസത്ത പൂതമേ, നിന്റെ നാശമിതാ അടുത്തു കഴിഞ്ഞു. താപം കൊണ്ട് വിറക്കെ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൻ ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താ. കലമ്പലുകൾ അയ്യയ്യവരണിഞ്ഞ കരിമ്പൂരം പൂതം കൊതിച്ച് പൂതം പൊട്ട കാട്ടിയ പൊട്ടി പൂതം പൊട്ടണ് ചീറ്റണ് മുക്കണ് മുരളണ് പൂശട്ട പൂതത്തിനെന്താണ് കുട്ടിക്കരണം അറിയണ ഭൂതം കുട്ടിയെ കിട്ടാനിട്ടാണോ നാടു മുഴുക്കൻ ചിണങ്ങണ ഭൂതം നാടു വിറപ്പിച്ച